ജോണേട്ടാ, സ്വവർഗരതിയിൽ ഏർപ്പെടാൻ വേണ്ടി ഒരു യുവാവിനെ ഗ്രിൻഡർ എന്ന് പറയുന്ന ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട ആളെ വിളിച്ചു വരുത്തി സ്വവർഗരതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് കുറച്ചു പേർ അവിടേക്ക് വന്ന് ഈ യുവാവിനെ ആക്രമിച്ച് സ്വർണവുമായി കടന്നു കളയുന്നു. ഇതുണ്ടായ സ്ഥലവും ഏറെ പ്രശസ്തമാണ്, തിരുവനന്തപുരത്തെ സുമതി വളവ്. ഈ സംഭവം എന്താണ് എന്നുകൂടി പറയുന്നതിന് മുൻപ് നമ്മുടെ സുമതി വളവിൻ്റെ ചരിത്രം കൂടി ഒന്ന് ചേട്ടൻ പറയണം. കാര്യം മിത്തും യാഥാർത്ഥ്യങ്ങളും എല്ലാം ഇങ്ങനെ കെട്ടുപിടിഞ്ഞ് കിടക്കുന്ന ഒരു കഥയാണ് ഈ സുമതി വളവിന്. ആദ്യമായി സംഭവം എന്താണ്, അതേപോലെ നമ്മുടെ സുമതി വളവിൻ്റെ ചരിത്രം, ഈ സംഭവം ഉണ്ടായ ഇപ്പോൾ ഒരു സിനിമയടക്കം ഇറങ്ങി അതിൻ്റെ ഒരു സംഭവം കൂടി ഒന്ന് പറയാമോ? ഇപ്പോൾ ഈ സുമതി വളവ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സുമതി വളവ് എന്ന് പറയുന്നത് 1953 ജനുവരി 27 ഈ മൈലമൂടിനടുത്തുള്ള വളവിൽ വെച്ചിട്ടാണ് സുമതിയെ കൊല്ലപ്പെടുന്നത്. അത് ഈറ്റ വെട്ടാൻ വന്ന ആളുകളാണ് ഇങ്ങനെ ഒരു മരത്തിൽ ഒരു യുവതി, 19 വയസ്സ് മാത്രമുള്ള ഒരു യുവതിയെ ചാരിയിരുത്തിയിരിക്കുന്നു എന്ന രീതിയിൽ കാണുന്നത്. അങ്ങനെ കണ്ടിട്ട് ആളുകൾ ഓടിക്കൂടും. 1953 കൊലപ്പെടുത്തി ചാരിയിരുത്തിയിരിക്കുന്നു. ഏതൊരു വലിയ മലഞ്ചരക്ക് വ്യാപാരിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു സുമതി. അതിസുന്ദരിയായ ഒരു യുവതിയാണ്. മലഞ്ചരക്ക് വ്യാപാരിയുടെ മകന് സുമതിയോട് ഒരു ഇഷ്ടം തോന്നുന്നു. സുമതിക്ക് തിരിച്ച് ആത്മാർത്ഥമായ പ്രണയം തോന്നുന്നു. അപ്പോൾ സുമതി ഗർഭിണിയാവുന്നു. അപ്പോൾ സുമതി നിരന്തരം ആവശ്യപ്പെടുന്നത് തന്നെ കല്യാണം കഴിക്കണം, വിവാഹം കഴിക്കണം എന്നാണ് സുമതി ആവശ്യപ്പെടുന്നത്. അപ്പോൾ അന്നത്തെ സാഹചര്യം അറിയാമല്ലോ, ഇന്ന് പോലും അങ്ങനെ ഒരു വിവാഹം നടക്കില്ല. അന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ ഒട്ടും നടക്കില്ല. നന്ദനം സിനിമയിലൊക്കെ നടക്കും, ആ സിനിമയിൽ നടക്കും. ഇവിടെ ഒട്ടും നടക്കാത്തതുകൊണ്ട് ഈ ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ യുവാവ്, മലഞ്ചരക്ക് വ്യാപാരിയുടെ മകനായ സുമതിയുടെ കാമുകൻ, യുവാവും കൂട്ടുകാരനും കൂടി കാറിൽ കയറ്റി പാലോട് മൈലമൂട് കൊണ്ടുപോയി, ആ വളവിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് സുമതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ്. കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിട്ട് ഈ മൃതദേഹം ഒരു മരത്തിൽ, അത് വളവാണ്, കൊടും വളവാണ്, അവിടെ ചാരിയിരുത്തുന്നു. അങ്ങനെയാണ് ഈ ഈറ്റ വെട്ടാൻ വന്ന ആളുകൾ കാണുന്നതും. പിന്നീട് ഈ രണ്ടുപേരെയും കോടതി ജീവപര്യന്തം ശിക്ഷിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് അങ്ങനെ ഈ വളവിനെ പിന്നീട് സുമതി കൊല്ലപ്പെട്ട ആ വളവ് സുമതി വളവായി പലരും പറയാൻ തുടങ്ങി. സുമതിയെ കണ്ടിട്ടുണ്ട് എന്ന്, രാത്രി പോകുന്ന സമയത്ത് സുമതിയെ കണ്ടിട്ടുണ്ട്, സുമതി തടഞ്ഞു നിർത്തും, വാഹനങ്ങൾ തടഞ്ഞു നിർത്തും. അങ്ങനെ സുമതി ഒരു യക്ഷിയായി മാറി. യക്ഷിയായ സുമതി പിന്നീട് ഈ വേഷം കെട്ടി പലരും, അന്നൊന്നും ആ ഭാഗത്തൊന്നും വെളിച്ചമൊന്നുമില്ല, അപ്പൊ വേഷമൊക്കെ കെട്ടിയിട്ട് വെള്ളസാരിയൊക്കെ ആയിട്ട്, അപ്പം ആ കറക്റ്റ് ആ വളവില് അതെ കറക്റ്റ് ആ വളവിൽ വന്നിട്ട് നിന്ന് ആളുകളെ തടഞ്ഞു നിർത്തുക, അവരെ പേടിച്ചോടുമ്പോഴത്തേക്ക് അവരെ പൈസ തട്ടുക, ഇമാതിരി പരിപാടിയൊക്കെ അന്നുണ്ടായിരുന്നു. കൊള്ള സംഘത്തിന് വേണ്ടിയിട്ടുള്ളൊരു കഥയും കൂടെ ആയി. പിന്നീട് ഇപ്പോൾ വെളിച്ചമൊക്കെ വന്നപ്പോഴത്തേക്ക് സുമതി രംഗത്തിറങ്ങുന്നത് നിന്നു. പിന്നെ ഞാനൊക്കെ ആ വഴിയൊക്കെ നമ്മളൊക്കെ കുറേ തവണ പോയിട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇതാണ് സുമതി വളവ് എന്ന് നമുക്ക് അതൊരു കൗതുകമാണ്. പണ്ട് അങ്ങനെയല്ല, കുറേ നാളുകൾക്ക് മുമ്പ് അത് ഭയമാണ്. ആ വളവിൽ എത്തുമ്പോൾ സുമതി ഏത് നിമിഷവും ആളുകൾ കഥയായിട്ടും പാട്ടായിട്ടും ഒക്കെ സുമതിയുടെ കഥകൾ വരും. രാത്രി ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഒരു സന്ധ്യ കഴിയുമ്പോൾ പിന്നെ സുമതി അവിടെ ഇറങ്ങും. അപ്പോൾ സുമതിയുടെ വേഷം ധരിച്ചുകൊണ്ടും പല ആളുകൾ അവിടെ ഇറങ്ങുന്നു. ഈ കൊള്ളയും ഒക്കെ നടത്തുന്നു, പിടിച്ചുപറി ഒക്കെ നടത്തുന്നു. അപ്പം അങ്ങനെ അതാണ് സുമതി വളവ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഗ്രിൻഡർ ആപ്പ് വഴി പരിചയപ്പെട്ടിട്ട് ഈ യുവാവിനെ വിളിച്ചു വരുത്തുന്നത്. പക്ഷെ യുവാവിനെ വിളിച്ചു വരുത്തുന്നത് സുമതി വളവിലല്ല, ഈ മുക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. മുക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. ഇയാൾ ഈ ഗ്രിൻഡർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് ദിവസമേ ആയതേ ഉള്ളൂ. തലേന്നോ മറ്റോ ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഇവരുമായിട്ട് പരിചയത്തിലാവുന്നു. അപ്പോൾ സ്വവർഗരതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആപ്പാണ്. ആ ആപ്പിലൂടെയാണ് ഇയാളെ വിളിച്ചു വരുത്തുന്നത്. നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. സാധാരണ നമ്മൾ കാണുന്ന സ്ത്രീകൾ ഇത്തരം ആപ്പുകളിലൂടെ ഡേറ്റിംഗ് ആപ്പുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്പാണ്. ഈ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് വിളിച്ചു വരുത്തുന്നു. ഈ മുക്കുന്നൂർ കൊണ്ടുവരുന്നു. അവിടെ കൊണ്ടുവന്നിട്ട് 4 പേരാണ്. ഒന്ന് ചിതറ കൊല്ലായിൽ സ്വദേശി സുധീർ, 24 വയസ്സ്. ബാക്കിയുള്ളവർക്കൊക്കെ 19ഉം 18ഉമാണ് പ്രായം. മടത്തറ സത്യമംഗലം സ്വദേശി മുഹമ്മദ് സൽമാൻ, 19 വയസ്സേ ഉള്ളൂ. പോരയിടം സ്വദേശി ആഷിഖ്, അയാൾക്കും 19 വയസ്സേ ഉള്ളൂ. ചിതറ കൊല്ലായിൽ സ്വദേശി സജിത്ത്, 18 വയസ്സ്. ഇത്രയും പേരെയാണ് ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ, മഞ്ജുലാലിൻ്റെ നേതൃത്വത്തിൽ പിടികൂടിയിട്ടുള്ളത്. വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവാണ് ഈ
ഡേറ്റിംഗ് ആപ്പിലൂടെ ഇവരുമായിട്ട് പരിചയം സ്ഥാപിച്ച് അങ്ങനെ ഇവിടെ വരുന്നത്. ഇവരോട് ഈ മുക്കുന്നൂരിലെത്താൻ ഇവർ പറയുന്നു, യുവാവിനോട് പറയുന്നു. അങ്ങനെ മുക്കുന്നൂരിലെത്തുന്നു. ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഇയാൾ കാറിൽ ഇവർ അവരുടേതായ കാര്യങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ കാറിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ രണ്ടുപേരുമായിട്ടാണ് കാറിൽ മറ്റ് 2 പേര് രംഗപ്രവേശം ചെയ്യുന്നത്. ഈ സംഘത്തിൽ 4 അംഗ സംഘത്തിലെ 2 പേർ കാറിൽ ഗ്രൂപ്പ് തന്നെയാണ്. ഗ്രൂപ്പാണ്. ഇത് ഏർപ്പെടുന്ന ആൾക്കാരും കൊള്ള നടത്താൻ വരുന്ന ആൾക്കാരും. അതെ. അപ്പം ഇയാൾക്കറിയില്ലല്ലോ വേറെ 2 പേര് വരുവാണ്. വേറെ 2 പേര് വരുന്നു, പിടിച്ചിറക്കുന്നു, അതിക്രൂരമായി ഇയാളെ മർദ്ദിക്കുന്നു. അതുപോലെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്നു. ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന 3 പവന്റെ മോതിരം ഊരിയെടുക്കുന്നു. എന്നിട്ട് ഇയാളെ കൊണ്ടുവന്നിട്ട് കണ്ണുകെട്ടി ആ സുമതി വളവിൽ കളഞ്ഞിട്ട് അവർ പോയി. അങ്ങനെയാണ് സുമതി വളവ് ഇവിടെ വരുന്നത്. സുമതി വളവിലാണ് ഇയാളെ കൊണ്ട് ഇത് എല്ലാം എന്താണ് ഇയാളെ കവർന്നെടുത്തതിന് ശേഷം ഇയാളെ ഉപേക്ഷിക്കുന്നത് സുമതി വളവിലാണ്. അങ്ങനെ ഇയാള് വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ ഈ യുവാവ് പരാതിയുമായി ചെല്ലുമ്പോൾ അതിനകത്തൊരു കൃത്യതയില്ല, കൃത്യമായ വിവരങ്ങളില്ല. പോലീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയെന്ന് മാത്രമാണ് ഇയാളുടെ പരാതി. കൃത്യമായ കാരണം പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പോലീസ് വിശദമായി അന്വേഷിച്ചു വന്നപ്പോഴാണ് ഈ 4 അംഗ സംഘത്തെക്കുറിച്ച് അറിയുന്നതും ഈ 4 അംഗ സംഘത്തിലേക്ക് എത്തുന്നതും. അത് മാത്രമല്ല, ഇവർ നിരന്തരം ഈ ഡേറ്റിംഗ് ആപ്പിൻ്റെയും ബ്ലാക്ക് മെയിലിൻ്റെയും കഥയൊക്കെ അങ്ങനെയാണ് പോലീസ് അറിയുന്നത്. നിരന്തരം ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാസങ്ങളായി. അതായത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഇതിനകത്തെ പ്രശ്നം, ഏതെങ്കിലും സ്ത്രീകളുമായി ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായി പരാതി കൊടുക്കാൻ പോകാം, അല്ലെങ്കിൽ വലിയ നാണക്കേടില്ലാതെ നമുക്ക് പറയാം. പക്ഷെ ഈ സ്വവർഗരതി ആകുമ്പോൾ ഇങ്ങനെ ഒരു പരാതിക്ക് പോകാൻ ഒരു പ്രശ്നം, ഒരു നാണക്കേടുണ്ടാവും. അതൊരു അപമാനം പോലെ തോന്നും. അപ്പൊ അത് കാരണം മിക്ക ആളുകളും പരാതി കൊടുക്കാൻ പോകില്ല. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ആളുകളെ ഇത്തരത്തിൽ ഇവര് കവർച്ചയ്ക്കിരയാക്കിയിട്ടുണ്ട്. അവരാരും പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ സുധീറിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ കവർന്നെടുക്കുന്ന തുക മുഴുവൻ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. ആ ബാങ്ക് അക്കൗണ്ടൊക്കെ ഇപ്പം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ലക്ഷക്കണക്കിന് രൂപ വന്നിട്ടുണ്ട്. ഈ ക്യാഷ് അല്ലെങ്കിൽ ഇവരെ ഇന്ന് തട്ടിയെടുക്കുന്ന സ്വർണവും പണവും എല്ലാം ക്യാഷായി വരുന്നത് അക്കൗണ്ടിലേക്ക് വരുന്നത് സുധീറിന്റെ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ഒരു വലിയ ക്രിമിനൽ സംഘമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ യുവാവ് വളരെ കുറച്ചുപേരല്ല, ഇവരുടെ അല്ല ധാരാളം ആളുകളുണ്ട്. അവരാരും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയാണ് അപ്പുറത്തെങ്കിൽ ഒരു പരാതിയൊക്കെ ആയിട്ട് പോകാം. അതിനകത്തൊരു ഒരു മാനമുണ്ട് നമുക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിലും നമ്മളൊരു ഇപ്പോഴത്തെ സാമൂഹിക കാഴ്ചപ്പാടിൽ സ്വർഗരതിക്കായി പോയി അയാള് കവർച്ച ചെയ്യപ്പെട്ടു, പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അയാൾക്ക് പറയാനൊരു അപമാന ഭീതിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പലരും അത് പുറത്തു പറയില്ല. പോയത് പോയി. പക്ഷെ ഈ യുവാവ് അയാളുടെ സ്വർണം പോയത് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അപ്പൊ ഇത്തരം ആപ്പുകൾ പലപ്പോഴും നമുക്കറിയാമല്ലോ, ഒരുപാട് ആപ്പുകൾ, നിങ്ങൾ ഒറ്റയ്ക്കാണോ ഞാനുമായിട്ട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആപ്പുകൾ വരുന്നുണ്ട്. ഞാൻ നിങ്ങളുമായി രാത്രി നിങ്ങൾ വരൂ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഇവരുടെ പരസ്യം വല്ലാണ്ട് അതിക്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സൈറ്റ് എടുത്താൽ ഇപ്പൊ മിക്കപ്പോഴും ഈ ഡേറ്റിംഗ് ആപ്പുകളിലൊക്കെ പരസ്യമാണ് ആദ്യം പോപ്പ് ആയിട്ട് വരുന്നത്. അതെ. അതെല്ലാം പിന്നെ സ്ത്രീകളുമായി സംസാരിക്കുന്ന കളിയാണ്. അപ്പൊ ഇത് ഈ സ്വർഗരതിക്കാരുടെ അവർക്ക് മാത്രമുള്ള ഒരു ആപ്പാണ്. അപ്പോൾ അതിനകത്ത് വന്ന് വീഴുന്ന ആളുകളെ കെണിയൊരുക്കി ഇതുപോലെ സുമതി വളവിൽ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു വലിയ സംഘം. അത് എല്ലാം പയ്യന്മാരാണ്, കൗമാരക്കാരായിട്ടുള്ള. 24 വയസ്സ് ഒരാൾക്ക് മാത്രം, സുധീറിന് മാത്രമേ ഉള്ളൂ 24 വയസ്സ്. ബാക്കിയെല്ലാം 18-19 വയസ്സുള്ള ആളുകളാണ്. അപ്പോൾ അവരാണ് ഈ ക്രിമിനൽ സംഘം. എന്തായാലും സുമതി വളവ് ഈ വെഞ്ഞാറമൂടുകാരൻ്റെ മോതിരം നഷ്ടപ്പെട്ട വെഞ്ഞാറമൂടുകാരൻ്റെയും കൂടെ പേരിൽ ഇനി അയാൾക്കതൊരു ഭീതിയായിരിക്കും. സുമതി വളവ് എന്ന് ഓർക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഭീതിയായിരിക്കും. സുമതി വളവ് അയാളുടെയും കൂടെ പേരിൽ മിക്കവാറും അറിയപ്പെടും. ശരി.